ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നാച്ചുറലായിട്ടുള്ള പല കളറുകളിലുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കാണാൻ നല്ല അട്രാക്ഷൻ ഉള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഒരു വെറൈറ്റി ആയിട്ടുള്ളതുമായ ഈ ദോശകൾ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. തലേ ദിവസം രാത്രി ഞാനൊരു 1/2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കൈ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അത് അരച്ച് പച്ച കളർ മാവാക്കി എടുക്കാം. ഇനി 2 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മിക്സറിലിട്ട് ഒരു ഓറഞ്ച് കളർ ജ്യൂസ് എടുത്ത് വയ്ക്കാം. ഇനി ഒരല്പം ബീട്രൂട്ട് അതുപോലെ ഗ്രേറ്റ് ചെയ്ത് മിക്സിയിലിട്ട് പർപ്പിൾ കളർ ജ്യൂസ് എടുത്ത് വയ്ക്കാം. 2 തക്കാളി ഫൈനായിട്ട് അരച്ച് അതിൻ്റെ പൾപ്പ് എടുത്ത് വയ്ക്കാം. ഇനി വെള്ള കളർ മാവിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞ കളറിലുള്ള ദോശയ്ക്കുള്ള മാവ് റെഡി. ഇനി നമുക്കിതിൻ്റെ ചട്നി ഒന്ന് റെഡിയാക്കാം. ഒരു ചെറിയ കപ്പിലെ തേങ്ങ, ഒരു 3 പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി അല്ലി, ഒരല്പം കഷ്ണം ഇഞ്ചി, ഒരു 4 ചുവന്നുള്ളി, പാകത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത് ഒരുപാട് നൈസാക്കാതെ തരുതരുപ്പായിട്ട് അരച്ചെടുത്ത് നമ്മൾ സാധാരണ കറിക്കൊക്കെ താളിക്കുന്നത് പോലെ കടുക് താളിച്ചൊഴിച്ച് നമ്മുടെ ചട്നി റെഡിയാക്കി ഒരറ്റത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ദോശകളെ ചുടാം. പച്ച കളർ ദോശ, നമ്മുടെ ചെറുപയർ അരച്ച മാവിലുള്ള ദോശ കല്ലിൽ, നോൺ സ്റ്റിക്ക് കല്ലാണെങ്കിലും ശരി മറ്റേ കല്ലാണെങ്കിലും ശരി, നൈസായിട്ട് ഒഴിച്ചിട്ട് ആവശ്യാനുസരണം നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് മൊരിയുന്നതിന് മുമ്പ് എടുക്കുക. കാരണം ഒരുപാട് മൊരിഞ്ഞാൽ അതിൻ്റെ കളറ് നഷ്ടപ്പെടും. ഇനി നമ്മുടെ പേർപ്പിൾ കളർ ദോശ, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാവിലൊഴിച്ച് പേർപ്പിൾ കളർ ദോശയ്ക്ക് റെഡിയാക്കി നൈസായിട്ട് ഒഴിച്ച് നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടം, കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാം, മുതിർന്നവരാണെങ്കിൽ നെയ്യ് വേണ്ട. നമ്മുടെ പേർപ്പിൾ കളർ ദോശയും റെഡി. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ദോശ, ഓറഞ്ച് കളർ ദോശ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി നല്ല ഇനിയും ഡീപ്പായിട്ട് ഓറഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ക്യാരറ്റ് എടുത്ത് തിക്കായിട്ട് നീരെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ കളർ നന്നായിട്ട് കിട്ടും. ഞാൻ 2 ക്യാരറ്റേ എടുത്തുള്ളൂ, അതുകൊണ്ടൊരു ലൈറ്റ് കളർ ഓറഞ്ച് കളർ ദോശ റെഡി. ഇനി അടുത്ത് നമ്മുടെ തക്കാളിയുടെ പൾപ്പ് മാവിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട്, ഇതും നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നല്ല റെഡ് കളർ നല്ലതായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് അത്ര പഴുത്ത തക്കാളി അല്ലായിരുന്നു, അതുകൊണ്ട് ഒരല്പം കളർ കുറവാണ്. അത് മാത്രമല്ല മാവിൽ ഒരല്പം വെള്ളം കൂടിപ്പോയി. വെള്ളം കൂടാതെ നോക്കണേ. നമ്മുടെ ചുവന്ന കളർ ദോശയും റെഡി. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ വെള്ള ദോശമാവിൽ ഒഴിച്ചിട്ട്, മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്. അത് കലക്കി നമ്മുടെ മഞ്ഞ കളർ ദോശയും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഒന്നും ഒഴിക്കാതെ പ്ലെയിനായിട്ട് വെള്ള കളർ മാവ് ഒഴിച്ചിട്ട് നമുക്കത് സാധാരണ പോലെ ഒരു വെള്ള കളർ ദോശ റെഡിയാക്കി എടുക്കാം. ഇനിയും ഒരുപാട് കളറുകൾ നമുക്ക് വെജിറ്റബിൾസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കളർ ദോശ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ സാമ്പാർ രാവിലെ വെച്ചതുകൊണ്ട് സാമ്പാറും കൂടെ ചട്നിയുടെ കൂടെ എടുത്തുവെന്നേ ഉള്ളൂ. സാമ്പാറില്ലാതെ ചട്നി മാത്രം വെച്ചാണെങ്കിലും ഈ ദോശ കഴിക്കാൻ നല്ല പൊളി ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഈ ദോശകൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.